ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിലെ വളരെ പുണ്യമുള്ള ശ്രേഷ്ഠമായ ഒരു ആയത്താണിത്. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതു കാര്യവും ബറക്കത്ത് മുറിഞ്ഞു പോകുന്നതാണെന്ന് ഹദീസിൽ നമുക്ക് കാണാം. ഹറാമോ കറാഹത്തോ അല്ലാത്ത ഏതു കാര്യവും തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്താണ്. അല്ലാതിരുന്നാൽ ആ വിഷയങ്ങളിൽ ബറക്കത്ത് കുറവായിരിക്കും. ആ വിഷയത്തിൽ പിശാചുക്കൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങിയാലും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ബിസ്മിയുടെ എണ്ണമായ 786 പ്രാവശ്യം തുടർച്ചയായി ഒരാൾ നിത്യമാക്കിയാൽ ശത്രുക്കളുടെ ബാധ ഒഴിവായി കിട്ടുകയും ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്യുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഒരാൾ നോമ്പോടുകൂടി തുടർച്ചയായ 7 ദിവസം നിസ്കാരശേഷം പതിവാക്കിയാൽ അതിവേഗത്തിൽ ആവശ്യങ്ങൾ നിറവേറുന്നതാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ അവന് പിശാചിൽ നിന്നുള്ള മോചനം ലഭിക്കും. അതുപോലെ ദുർമരണത്തിൽ നിന്ന് അള്ളാഹു അവനെ കാത്തുരക്ഷിക്കും. അതുപോലെ തന്നെ മോഷണങ്ങളിൽ നിന്നും മറ്റ് രാത്രികളുടെ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവന് സംരക്ഷണം നൽകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. 21 തവണ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അക്രമികളുടെയും ഭരണാധികാരികളുടെയും മുമ്പിൽ 50 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ അള്ളാഹു അവരെ വഴിപ്പെടുത്തി കൊടുക്കുന്നതാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പിശാചിന്റെ ബാധയേറ്റവനും അതുപോലെ ഭ്രാന്തും മറ്റു പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് 41 പ്രാവശ്യം അവരുടെ ചെവിയിൽ ഊതിയാൽ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അത് ശിഫയാകുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് ഒട്ടേറെ മഹത്വങ്ങളുണ്ട്. ഏത് വേദനയ്ക്കും രോഗത്തിനും 7 അതിലധികമോ ദിവസം 100 പ്രാവശ്യം മന്ത്രിച്ചാൽ ആ വേദനയിൽ നിന്ന് മോചനം ലഭിക്കുകയും അസുഖം സുഖപ്പെടുകയും ചെയ്യുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജയിൽ ബന്ധനം പോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ദിവസേന 1000 പ്രാവശ്യം ഓതിയാൽ അതിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമ്മൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും അതുകൊണ്ട് ബറക്കത്തെടുത്ത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ.